ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനാവശ്യമായ ഒരു മാങ്ങ, നല്ല പഴുത്തൊരു മാങ്ങ ഞാനിവിടെ കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും വെച്ചിട്ടുണ്ട്. അത് ഇതിലിട്ട് പാത്രത്തിലിട്ട് കൊടുക്കുന്നു. കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ നോക്കിയിട്ട് ഇടാൻ പറ്റുള്ളൂ. നമുക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് ഒരു 10 മിനിറ്റ് സമയം വരെ നന്നായി വേവിച്ചെടുക്കുക. അത് വെന്ത് തുടങ്ങുമ്പോഴേക്കിന് ഈ തേങ്ങ, ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ഇവ നന്നായി അരച്ച് ഒരു അരപ്പ് തയ്യാറാക്കുക. നാളികേരം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ശർക്കര പാനീയം കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിലിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. തേങ്ങ ഇവിടെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്കുള്ള തൈരും കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട്. കൈ വെക്കാതെ ഒരു 2 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിരിയാൻ സാധ്യതയുണ്ട്. ഉപ്പ് തയ്യാറാക്കട്ടെ. ഒരു പാത്രം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്ത് ഉള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്കുള്ള ചുവന്ന മുളക്, പച്ചമുളകും വേപ്പിലയും മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും.